ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഗസ്റ്റുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നത്. ഇപ്പോൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ദോശയും നെയ്പ്പത്തലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ ഇവിടെ ചുടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നെയ്പ്പത്തലിന് അരക്കുന്നുണ്ട്. നമ്മൾ പുഴുങ്ങലരി വെച്ചിട്ട് നെയ്പ്പത്തൽ ചുടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത്, പിന്നെ ജീരകം ഇട്ട് കൊടുത്ത്, നീരുള്ളി ഇട്ട് കൊടുത്ത്, പിന്നെ പുഴുങ്ങലരി കഴുകിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരച്ചെടുത്ത് നല്ല പിന്നെ ലൂസായിട്ടല്ല, കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുത്ത് ഇതിൻ്റെ ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് റവയും മൈദയും ഇട്ടിട്ട് ഇതിനെ ബോൾസ് ആക്കുന്ന രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അതിന് എത്ര മൈദ വേണം അത്ര മൈദയും പിന്നെ 2 സ്പൂണ് റവയുമാണ് ചേർത്ത് കൊടുത്തത്. ഒരു 5 സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി ഞാൻ. അങ്ങനെ ഞാൻ നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ബോൾസ് ആക്കാനുള്ള രീതിയിലാക്കി എടുത്തിന്. പിന്നെ അതൊക്കെ ബോൾസ് ആക്കിയിട്ട് എടുത്ത് പിന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഓരോ നെയ്പ്പത്തിരിയും ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നെയ്പ്പത്തലൊക്കെ ചുട്ടെടുത്ത് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ബാക്കിയെല്ലാം പണിയുണ്ട്, അതൊക്കെ ശരിയാക്കണം. അങ്ങനെ അതൊക്കെ ശരിയാക്കുന്നുണ്ട്. പിന്നെ രാവിലേക്ക് ഉണ്ടാക്കുന്നത് കടലക്കറിയും മീൻ കറിയുമാണ്. കടലൊരു സ്പെഷ്യൽ ആയിട്ടാണ് കറി വെക്കുന്നത്. നല്ലതുപോലെ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ പച്ചമുളക്, സവാള, പിന്നെ തക്കാളിയൊക്കെ ഇട്ട് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിന്. എന്നിട്ട് നല്ലപോലെ വറുത്തെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിന്. കടല കുക്കറിലിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി. പിന്നെ പാര മീനാണ് കിട്ടിയിട്ടുണ്ടായത്. ആ മീനിൻ്റെ നല്ലൊരു മുളകിട്ട കറിയും വെക്കുന്നുണ്ട്. അതൊന്നും ഞാൻ കറി വെക്കുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കടലക്കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാനായിട്ട്. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്കായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ അപ്പവും കറിയൊക്കെ ആയി. അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ബാക്കി എല്ലാ പണിയൊക്കെ എടുത്ത് പിന്നെ ഉച്ചക്കേക്കുള്ളതാണ്. ഉച്ചക്കേക്ക് പാവക്കായാണ് കിട്ടിയിട്ടുള്ളത് പച്ചക്കറിയായിട്ട്. ഞങ്ങൾ ഇവിടെ കൈപ്പക്ക എന്ന് പറയും. അതും ചെറുതായി മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം കൂട്ടിയിട്ട്. പിന്നെ മന്തിയാണ് ഉണ്ടാക്കുന്നത്. മന്തിക്ക് വേണ്ടിയിട്ട് ചിക്കനും നല്ലതുപോലെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് അട റോസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് കൈപ്പക്ക അരമണിക്കൂറായും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട വെള്ളത്തിൽ വെച്ചിട്ട് കൈപ്പക്ക പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ കൈപ്പക്ക കറി വെക്കുന്നുണ്ട്. അതിലേക്ക് എണ്ണ വെച്ച് കടുവിട്ട് നീരുള്ളിയിട്ട് പിന്നെ കൈപ്പക്ക ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കയ്പ ഉണ്ടാവും, വലിയ ഫുള്ളായിട്ട് കയ്പൊന്നും പോവില്ല. എന്നാലും നല്ല ടേസ്റ്റാണ് കൈപ്പക്ക കറി കൂട്ടി ചോറ് കഴിക്കാനായിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ മിക്സാക്കിയിട്ട് 1 മിനിറ്റ് മൂടി വെക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ കൈപ്പക്ക കറി ഇവിടെ റെഡിയായി. ഓരോന്നും റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മളെ ചിക്കന് 2 മണിക്കൂറായിട്ടുണ്ട്. ഉപ്പ് തേച്ച് മുളകും തേച്ച് വെച്ചിട്ട് മസാല തേച്ച് വെച്ചിട്ട് അതും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ മന്തി എൻ്റെ അരി ഇട്ട് കൊടുത്ത് അതിലേക്ക് പട്ടാണി ഇട്ട് കൊടുത്ത് അതിലേക്ക് വേണ്ട മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മന്തി ചോറ് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ വെന്ത് വന്നിട്ടാകുമ്പോൾ ഞാൻ അതിനെ ഊറ്റിയെടുത്ത് പിന്നെ നമുക്ക് വെറും ചോറും വെച്ചിട്ടുണ്ടായി. പിന്നെ മന്തിക്ക് വേണ്ട
തക്കാളി ചട്നി ഉണ്ടാക്കുന്ന മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചോറുമായി. മന്തി ഇതാ സ്മോക്കി ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല മണം വരാൻ വേണ്ടിയിട്ട്. മന്തിക്ക് നല്ലൊരു മണം ഉണ്ടല്ലേ. അങ്ങനെ തക്കാളി ചട്നിയുമായി. പിന്നെ ഇതാ മയോണൈസ് ഇവിടെ റെഡിയായി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പാവക്ക കറിയും റെഡിയുണ്ട്. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. ചോറ് വെച്ചിട്ടായിട്ട് എന്താ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദയും ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് ചെയ്താൽ നോക്കിയേ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം നമ്മുടെ പഴംപൊരിയിലെ മാവിലേക്ക്. അപ്പോൾ നല്ല പഴംപൊരി അടിപൊളി പഴംപൊരി ആയി കിട്ടുന്നുണ്ട്. നമുക്ക് കണ്ടോളിതാ എങ്ങനെയുണ്ട് എന്നറിയാം. നല്ല പൊന്തി വന്നിട്ടുണ്ട് പഴംപൊരി. നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇനി ഈ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ വൈകിട്ടത്തെ ചായയും കുടിച്ച് പിന്നെ രാത്രിക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയും വെള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് വെള്ളപ്പത്തിൻ്റെ മാവ്. പിന്നെ ഇതാ ചിക്കൻ ഉണ്ടാക്കുന്നത്. ചിക്കന് അൽഫാമാണ് ഉണ്ടാക്കുന്നത്. അൽഫാമിന് വേണ്ടിയിട്ട് എല്ലാം 4 മണിക്കൂറായി ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട്. ഇനി നമുക്കിത് ഓവനിലിട്ടിട്ട് നല്ല പോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ ഫുള്ളായിട്ട് വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതാ ട്രൈക്ക് നല്ലതുപോലെ എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവനിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുന്നതിനേക്കാളും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ ഞാനിതാ ഓവനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. 1.5 മണിക്കൂർ സമയം വേണ്ടി വന്നിട്ടുണ്ട് ഓവനിൽ ഇത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓവൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ സമയം സെറ്റാക്കി വെച്ച് അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിനെ പുറത്തെടുത്തിട്ട് അതിലേക്ക് സ്മോക്കി ആവാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.